അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യാത്തവരായിട്ട് തന്നെ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുതന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് യാത്ര പോകാനും ഫാമിലിയായിട്ട് യാത്രക്ക് പോകാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുപോലുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇടുക്കി ജില്ലയിലൂടെ ഒരു ചെറിയൊരു മക്കാം, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയൊരു മക്കാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഇന്നത്തെ യാത്ര. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്കും ഞങ്ങൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രമായി അറിയപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പക്ഷേ ഒരു ഇടുക്കി ജില്ലയായിരിക്കും. പക്ഷേ തീർത്ഥാടകർ വരുന്ന സമയത്ത് മൂന്നാറോ ഒക്കെ വാഗമണ്ണൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു മക്കാം നിങ്ങളൊന്ന് കയറിയിട്ട് പോകുക. ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വന്നിട്ടൊന്ന് ദുആ ചെയ്തിട്ട് പോകുക. നമ്മൾ ഒരു ഉള്ളോട്ടുള്ള ഒരു റോഡാണ്. കുട്ടിക്കാനത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു ഇതിലേക്ക്. റോഡ് അല്പം മോശമായത് കൊണ്ട് വണ്ടിയൊക്കെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വണ്ടിയുടെ അടിയൊക്കെ തട്ടും എന്നുള്ള ആ ഒരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വയ്ക്കാതെ ഞങ്ങൾ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളോട്ട് പോയി. കാരണം ഒരു ഉൾപ്രദേശമായതുകൊണ്ട് ആരും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ വണ്ടി നിർത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാമെന്ന് കരുതിയാണ്. കാരണം റോഡ് വളരെ മോശമായതുകൊണ്ട് വണ്ടി തീരുമാനമാകും എന്നുള്ള ഒരു പേടിയോടുകൂടി ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി. ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കുറച്ച് നടന്നു പോകാമെന്ന് കരുതി ഞങ്ങൾ ഇതാണ്. അവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. ചുറ്റും ഒരുപാട് കാടുകളാണ്. കാരണം കാടെന്ന് പറഞ്ഞാൽ വനമൊന്നുമല്ല, പക്ഷേ ഒരുപാട് ബ്രിട്ടീഷ് കാലത്തുള്ള ആ ഒരു വനപ്രകൃതി നമുക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര തണുത്ത കാറ്റിങ്ങനെ നമുക്ക് നന്നായിട്ട് വീശുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ഉള്ളോട്ട് പോയാൽ നമുക്ക് ഈ ഒരു മക്കാമിൻ്റെ അടുത്ത് എത്താം. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മക്കാം നമുക്കൊന്ന് പോയി നോക്കാം. പീർ മുഹമ്മദ് വലിയുള്ളയുടെ മക്കാമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാടിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് ഉള്ളിലോട്ട് ഒന്ന് പോകാം. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ യാത്രാനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോയും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. റോഡ് അല്പം മോശമായതുകൊണ്ട് നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. എത്രത്തോളം അങ്ങോട്ട് പോകണമെന്നുള്ള കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ മെല്ലെ അങ്ങോട്ട് ഇങ്ങനെ ആ ഒരു മക്കാമിലേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ ഈ റോഡ് തീരുന്ന അവിടെയാണ് ഈ ഒരു മക്കാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കാണാത്തതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. കാരണം ആരോടെങ്കിലും ഒന്ന് ചോദിക്കാനെന്ന് വെച്ചാൽ അവിടെയൊന്നും ആരും കാണില്ല. വല്ലാതെ ആരും അങ്ങോട്ട് വരുത്താറില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ വണ്ടി ഇനി ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ വണ്ടി അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് എടുത്തു. കാരണം കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ ബോറടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഏതായാലും നമുക്കൊന്ന് ഉള്ളോട്ട് പോയി നോക്കാം. അൽഹംദുലില്ലാ അങ്ങനെ വണ്ടി ഞങ്ങളവിടെ പാർക്ക് ചെയ്ത് ഇനി ഇങ്ങോട്ടും കുറച്ച് ഉള്ളോട്ടും നടക്കാനുണ്ട്. നമ്മൾ ഈ റോഡിൻ്റെ ഈ ഒരു അതായത് ഈ ചെറിയൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെറിയൊരു റോഡാണ് ഇങ്ങോട്ടുള്ളത്. ആ ഒരു റോഡിൻ്റെ നമുക്കൊരു ഇതൊക്കെ കണ്ടാൽ ഇങ്ങോട്ടൊന്നും വല്ലാതെ ആളുകൾ വരാറില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ആ റോഡിൻ്റെ ഒരു ചെറിയൊരു ഇത് കണ്ടാൽ, അതായത് മണ്ണിട്ട റോഡാണെന്നുണ്ടെങ്കിലും അതിലൂടെ വണ്ടി പോകാറുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോകാനുണ്ടോ നമുക്ക് ആ റോഡിൻ്റെ ആ ഒരു ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരിതൊന്നും ഞങ്ങൾ കണ്ടില്ല. ഏതായാലും കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഉള്ളോട്ടുള്ളതായതുകൊണ്ട് ആരും പരിചയമില്ല. ഫസ്റ്റ് സ്ഥലമായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഉള്ളോട്ട് ആ ഒരു മക്കാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ ഉള്ളോട്ട് അങ്ങനെ നടന്നു. കാരണം 2 ഭാഗത്തും കാടാണ്, നടുവിൽ മാത്രം ഒരു റോഡ്. കാരണം റോഡ് അടുത്ത് ഒന്നുമില്ല, കുറേ ഉള്ളോട്ട് പോകണം. കാരണം ഒരുപാട് ഞങ്ങൾ ഉള്ളോട്ട് പോരുകയും ചെയ്തു. ഇനി ഏതായാലും നമ്മുടെ ഒരു പ്രിയ കൂട്ടുകാരൻ അവിടെ ഈ ഒരു റോഡ് തീരുന്ന അവിടെയാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പറഞ്ഞ ആ ഒരു കാര്യത്തോടു കൂടി ഞങ്ങളങ്ങനെ മുന്നോട്ട് ആ ഒരു മക്കാമ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങുകയായിരുന്നു. നമ്മുടെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു.
അൽഹംദുലില്ലാ ഏതായാലും ഞങ്ങളിങ്ങനെ മുന്നോട്ട് നമ്മുടെ മക്കാമ് ലക്ഷ്യമാക്കിക്കൊണ്ട്, കാരണം പൊതുവെ ഈ ഒരു റോഡുകളുടെയൊക്കെ അവസ്ഥ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കാമായിരുന്നു. കാരണം അവർ ഈ ഒരു മക്കാമിലേക്ക് ആരും വരുന്നില്ല, അല്ലെങ്കിൽ അത്ര ഒരു ഇതില്ല എന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഇതുണ്ട്. റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കല്ല്, ഒരു വണ്ടിക്ക് പോലും ഇങ്ങോട്ട് പോരാൻ പറ്റാത്തൊരവസ്ഥയാണ്. നടന്ന് നമുക്ക് പോരാം. അൽഹംദുലില്ലാ അങ്ങനെ കിലോമീറ്ററുകളോളം നടന്ന് ഞങ്ങൾ ഇവിടെ എത്തി. 16-ാം നൂറ്റാണ്ടിലെ ഈ സ്ഥലം ചങ്ങനാശ്ശേരി രാജാവിൻ്റെ കീഴിലായിരുന്നു. 1756 തിരുവിതാംകൂർ രാജാവ് ചങ്ങനാശ്ശേരി കീഴടക്കിയപ്പോൾ ഈ സ്ഥലം തിരുവിതാംകൂറിന് കീഴിലായി. ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ മിഷനറി സൈറ്റണി നടത്തിയിരുന്ന ഹെൻറി ബേക്കർ ഇവിടെ തേയില കൃഷി തുടങ്ങി. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാജാവിൻ്റെ കീഴിലായിരുന്നു ഇത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കുട്ടിക്കാനം വേനൽക്കാല വസതിയായി മാറി. ഇവിടേക്കുള്ള റോഡുകൾ ബ്രിട്ടീഷുകാരാണ് പണിതത്. അന്ന് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ ഒരു സ്ഥലം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ചരിത്രങ്ങൾ കഥ പറയുന്ന ഈ ഒരു മക്കാമിലേക്ക് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് നടന്നു. ഒരുപാട് കാര്യങ്ങളാണ് നമുക്കൊക്കെ ഇവിടുന്ന് പഠിച്ച് എടുക്കാനുള്ളത്. അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ഓരോരോ ചരിത്രങ്ങൾ ഈ ഒരു മക്കാമിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മക്കാം. ഈ ഒരു മക്കാമിൻ്റെ സ്ഥലങ്ങളും നിങ്ങൾ ഇടുക്കി ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മക്കാമിലേക്കൊക്കെ വരിക, ഇവിടെ വന്നിട്ടൊന്ന് ദുആ ചെയ്യുക. ഈ ഒരു ജനനസ്ഥലം ഈ ഒരു മക്കാമിൻ്റെ അന്തരീക്ഷം കൊള്ളുന്ന മഹാൻ്റെ ജനനസ്ഥലം കന്യാപുരം തമീനാണ്. ഷെയ്ഖ് സദഖുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവാണ് AD 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു ഈ ഒരു മഹാൻ ഇവിടെ എത്തിയത്. ഒരുപാട് നമുക്ക് പഴയൊരു കാടൊക്കെ വീക്ഷിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു മക്കാമ് ഇത് നമുക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളൊക്കെ ഇവിടുന്ന സമയത്തൊന്ന് ദുആ ചെയ്തിട്ട് ഒന്ന് പോവുക. ഈ ഒരു മഹാൻ്റെ ഒരു ഇജാദത്ത് നമുക്ക് എടുത്തു പോവുക. അങ്ങനെ ഏതായാലും നിങ്ങളിവിടെ എത്തി ഒന്ന് മക്കാമും കാര്യങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്തിട്ട് ഇവിടെ നിന്ന് മടങ്ങാം എന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. ഇതാണ് ഈ ഒരു മക്കാമ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ചുറ്റും ചെറിയൊരു മതിലൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു പെയിൻറ്റ് പോയൊരവസ്ഥ, കാരണം ഉൾഭാഗമൊന്നും മൂടിയില്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഇലകളും മറ്റുമൊക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു മെയ്തിരി പോലത്തെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞങ്ങളിവിടെ സിയാറത്ത് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിവിടെ വന്നത്. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മക്കാമിലേക്കൊക്കെ വരിക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.